ലോക ചാപ്റ്റർ 1 ചന്ദ്ര എങ്ങനെയുണ്ടായിരുന്നു? പാഠം ഒരു രക്ഷയില്ല. എന്താ പറയാ, ആ ഒരു നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ പോയത്, നമ്മള് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് കുറെ പോയിട്ടുണ്ടായിരുന്നത്. അതേ ഉറപ്പിച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഡേ പോവാന്നുള്ളത്. പക്ഷെ റിവ്യൂ കണ്ടിട്ടാണ് പോയത്. പക്ഷെ ആ റിവ്യൂ കണ്ടതിനേക്കാൾ കിട്ടിയെന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് എക്സ്പെക്ട് ചെയ്യാതെ അങ്ങനെ പോയതാ. പക്ഷെ നമ്മൾ നിർബന്ധിച്ചിട്ട് വന്നതാണ് ശരിക്കും. തിയേറ്ററിൽ പോയി കണ്ടോളി. കിട്ടില്ലെന്ന് പറഞ്ഞ കിട്ടില്ല പടം. അതില് നമ്മളെ അടിപൊളി മെയിന് ആള് ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ അവര് കൊണ്ടുവന്നിട്ടില്ല. അവരിലൂടെ കൊണ്ടുവന്നിട്ട് ബാക്കി ചാപ്റ്റേഴ്സ് കൊണ്ടാന്നുള്ള ഒരു ഇത് വരുന്നത്. ട്വിസ്റ്റുകൾ മാത്രമുള്ള മലയാളത്തിലത്തെ ഒരുവിധ യൂത്ത് ആക്ടേഴ്സ് എല്ലാരും പറഞ്ഞാല് പിന്നെ അടുത്ത പാർട്ടിലുള്ള കുറച്ച് ആളുകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയാൻ പാടില്ല. നേരിട്ട് ആ ഒരു സർപ്രൈസിൽ തന്നെ കാണണം. എന്നാൽ ആ ഒരു വൈബ് കിട്ടുള്ളൂ. എടുത്തു പറയേണ്ടത് കല്യാണി, നെസ്ലൻ, പിന്നെ ചന്തുവിന്റെ ഒക്കെ ക്യാരക്ടർ ആ ഒരു സലീകുമാറിന്റെ ആ ഒരു സാധനം തന്നെ വരുന്നുണ്ട് ചില സമയത്ത്. നല്ലതായിട്ട് കിട്ടുന്ന ആദ്യം ഇത്ര ഒരു ഒരു ആളെ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഈ പടത്തിലാണ് ശരിക്കും പറഞ്ഞത്. ചന്തുവിന്റെ ക്യാരക്ടർ എനിക്ക് കുറച്ചും കൂടി നമ്മളൊക്കെ കൊറേയൊക്കെ ഇതില് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മടിയും കാര്യങ്ങളൊക്കെ. പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ മനസ്സിലുണ്ടാവിന് എന്താ പറയാ, മിന്നൽ മുരളി പോലെ ഒരു പടം വരാന്നുള്ളത് ചിലപ്പോ ഈ അടുത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. പക്ഷെ അതെ, ഡിക്യു ഈ ഇതിന്റെ ചാപ്റ്റർ ലോക എന്നുള്ള ലോഗോയും ആ ഒരു ഇത് കിട്ട സമയത്ത് എന്തോ ഒരു സാധനം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആ ഒരു പടം ഈ ലെവലിലേക്കാണ് ഇവര് ഉദ്ദേശിക്കണം എന്നുള്ളത് ഇന്നലെ ആ പടം കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഒരു കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല, ശരിക്കും മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല കളക്ഷൻ ഉണ്ടാവാൻ നല്ല പോസിറ്റീവ്. നമ്മളിപ്പോ എത്ര റിവ്യൂ കണ്ട് ആർക്കും ഒരു പൊടിക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അതെ അതെ, നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ പടം കയ്യരുത് എന്ന് തോന്നിപ്പോയില്ലേ? ലാസ്റ്റ് ഇനിയും ഉണ്ടാവണം, ഇനിയും ആരോ വരാണ്ട് എന്നുള്ളൊരു സാധനം. ആരൊക്കെ ശരിക്ക് പടം ഇറങ്ങുന്നതിന് മുമ്പ് മമ്മൂട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അതുക്കും മേലെ എന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ലെവല് ഇതുണ്ട്. പിന്നെ എന്താ പറയാ, സാൻഡി മാസ്റ്ററിന്റെ ക്യാരക്ടർ അത് നല്ല, എനിക്ക് നല്ല വൈബായിട്ട് ആളെ കറക്റ്റ് യൂസ് ചെയ്തിന് പടത്തില്. ആളെ ഒരു കഴിവുള്ള മനുഷ്യൻ. ബാംഗ്ലൂർ സിറ്റിത്തെ ഒരു സ്റ്റോറി ആ ഒരു ബാംഗ്ലൂരിലേക്ക് അവിടെ ഒരു ബോളിവുഡ് മേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്. ഇറങ്ങിയ സമയത്ത് ഇങ്ങനൊക്കെ ഒരു പടം മലയാളത്തിൽ എന്നാന്നൊക്കെ വിചാരിച്ചത്. ശരിക്കും ആ ഒരു കളർ ടോണും ആ ഒരു മേക്കിങ്ങിലൊക്കെ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാല്. അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ലാസ്റ്റ് എൻഡില് നമുക്ക് സെക്കൻഡ് പാർട്ടില് എന്തോ സംഭവം വരാണ്ടില്ല. നമ്മള് സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ഇന്നിപ്പോ ഈ സെക്കൻഡ് പാർട്ട് എന്താ വരാന്നുള്ളൊരു സാധനം ഉണ്ടാക്കി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി ബാക്കി ടെക്നിക്കൽ ടീംസ് എങ്ങനെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അത്രയും ആൾക്കാരുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും അതിന്റെ എഫേർട്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. പടത്തിൽ യൂസ് ചെയ്തിട്ടുള്ള കളർ ടോൺ ആയാലും പിന്നെന്താ പറയാ കാസ്റ്റിംഗ് ഒക്കെ, അതായത് ആ ഒരു കറക്റ്റ് ഇത് തന്നെ വരുന്നുണ്ട്. അതെ, അതിന്റെ അടിയിൽ കൂടി കോമഡി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഒരു കോംബോ നന്നായിരുന്നു. നമ്മള് ചെറുപ്പത്തില് കണ്ടിരുന്ന കുറെ കേട്ടിരുന്ന അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിച്ചിരുന്ന കഥാപാത്രങ്ങളെയാണ് ഇങ്ങനെ ഒരു ഈ രീതിയിലേക്ക് ചിന്തിച്ച് കൊണ്ടുവന്നുള്ള സൂപ്പർ ഹീറോ മൂവി എന്ന് പറയാൻ ഉള്ള അതിനേക്കാൾ മുകളിലേക്ക് പോണ ലെവലാണ് ശരിക്കും പറഞ്ഞാല്. നമ്മൾ പണ്ട് കാലങ്ങളില് പിന്നെ കുട്ടികളെ പേടിപ്പിച്ച് പ്രേതങ്ങളെ പല പേരുകളില് വെള്ളിയങ്കാട്ട് നീലി മറ്റേ വേറെ എന്തൊക്കെ പേരുകളുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ ഹീറോ പരിവേഷത്തിലാക്കിയിട്ട് ഈ പടം ഇറക്കിയിട്ടുണ്ട്. അതെ അതെ, ആ ഒരു തിങ്കിങ് പ്രോസസ് അത് ഭയങ്കര അതെങ്ങനെ എത്തി എന്നുള്ളതാണ്. അവരങ്ങനെ ചിന്തിച്ചെടുക്കാന്ന് പറഞ്ഞാല് അതൊരു ലെവല് വേറെ തന്നെയാണ്. പിന്നെ അതേപോലെ നമ്മളിപ്പോ ചുരുക്കി പറഞ്ഞ മലയാളത്തിനൊരു
മാർവൽ സാധനം ഇതെല്ലാരും ഇനിയിപ്പോ കണ്ട് എല്ലാ നടന്മാരും സിനിമ പോയി കാണും. അങ്ങനത്തെ ഒരു പവർ മോഡൽ സിനിമ മിന്നൽ മുരളി വന്നു. പക്ഷെ അത് അതിനെക്കാട്ടി സൂപ്പർ ആയിട്ട് ഇവര് ചെയ്തിട്ടുള്ളത്. അതിലും എന്താ മെയിൻ ആയിട്ട് ലേഡി ക്യാരക്ടർ ഫസ്റ്റ് തന്നെ അത് ഹാറ്റ്സ് ഓഫ്. ഒരു ടോവിനാണ് മിന്നൽ മുരളി. പക്ഷെ ഇതിലങ്ങനെയല്ലല്ലോ, നേരെ തിരിച്ച ഒരു ലേഡീനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ലേഡീനെ സ്റ്റാർ ആക്കി കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഒരു ചാപ്റ്റർ, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കി അങ്ങനെയാണ് ഒരു പ്ലാന് പറഞ്ഞത്. ഇപ്പത്തെ ജനറേഷനിലെ ലേഡി സൂപ്പർ സ്റ്റാർ ഇത് പറയാ ആ ലെവലിലേക്കാണ് ആള് രക്ഷയില്ല. ഫാസ്റ്റ് കാണിക്കുന്നുണ്ട് ആ സീൻസ് ഒക്കെ അല്ലേ, എടുത്തൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും കറക്റ്റ് ഡീറ്റെയിലിങ്, കറക്റ്റ് പടത്തിന് മൊത്തത്തിൽ ഒരു ഡീറ്റെയിലിംഗ് കറക്റ്റ് ആണ്. ചില ലേറ്റസ്റ്റ് ഇറങ്ങിയ പടങ്ങളിലൊക്കെ പ്രശ്നമുണ്ട്. അതെ, ആരാന്നുള്ളൊരു ഫീല് വരാം. ആ ഒരു സാധനം ഇല്ല, കറക്റ്റ് ഓരോരുത്തർ എന്താണ് എങ്ങനെയാണ് ആ ഒരു സാധനം നമുക്ക് മനസ്സിലാവും. നല്ലൊരു നല്ല കണക്ഷൻ, നമുക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു പോസിറ്റീവ് തന്നെ. എന്തായാലും നിങ്ങളെല്ലാരും പോയി പടം കണ്ടു നോക്കി, തിയേറ്ററിൽ തന്നെ പോയി കാണും. ആ ഒരു വൈബ്, നല്ല സൗണ്ട് എഫക്ട്, നല്ല ഐമാക്സ് ഒക്കെ പറ്റുകയാണെങ്കിൽ ഐമാക്സിൽ തന്നെ പോയി കാണാം. നല്ല തിയേറ്ററിലൊക്കെ തന്നെ പോയിക്കോളിട്ടാ, സൗണ്ടും അടിപൊളി. ഇല്ലെങ്കിൽ നിങ്ങൾ OTT കാത്തുന്നില്ലെങ്കിൽ അതിനൊന്നും കാത്തുന്നുണ്ടാവും, ആ ഒരു എക്സ്പീരിയൻസ് നഷ്ടമാവും. പിന്നെ കേൾക്കും, പിന്നീട് ഒന്നാമത്തെ ഇത് മലയാള സിനിമ ഇത്ര ലെവലിൽ വരുമ്പോ എല്ലാവരും പോയി കണ്ടു പൊളിക്കും. അപ്പൊ ശരി അല്ലേ, വീണ്ടും വരാം. ബൈ ബൈ. ബൈ ബൈ.